എന്തുകൊണ്ടാണ് ഒരുപാട് മനോഹരമായിട്ടുള്ള പല റിലേഷൻഷിപ്പുകളും അവരെന്തായാലും കെട്ടും, അവര് നല്ല സൂപ്പർ പേഴ്സ് ആണ്, അവരെ പോലെ ഒരു പേഴ്സിനെ കാണാൻ കിട്ടത്തില്ല, അല്ലെങ്കിൽ അവരെ പോലെ ഒരു കപ്പിൾസിനെ കാണാൻ കിട്ടത്തില്ല എന്ന് പലരും വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് അതുപോലത്തെ പല റിലേഷൻഷിപ്പുകളും ബ്രേക്കപ്പ് ആയി പോകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനൊരു റീസൺ ഉണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുന്ന ടൈമില് ബോത്ത് ഓഫ് ദ പീപ്പിൾ, അതായത് രണ്ട് വ്യക്തികളും സെയിം ആയിരിക്കും. സെയിം മൈൻഡ് സെറ്റ്, സെയിം ഡ്രീംസ്, ആൾമോസ്റ്റ് സെയിം ക്യാരക്ടർ, സെയിം വൈബ്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ ആവുന്നത്, ഒരു കപ്പിൾസ് ആവുന്നത്. പക്ഷെ മനുഷ്യനാണ്, മാറും നടക്കും മരിക്കും, അങ്ങനെയാണല്ലോ. പോകെ പോകെ പുതിയ പുതിയ ആഗ്രഹങ്ങൾ വരും, പല പല ആഗ്രഹങ്ങളായിരിക്കും. ഈ രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ തമ്മിൽ വ്യത്യാസവും വേർതിരിവും വരുന്ന സമയത്ത് ഇതങ്ങോട്ട് രണ്ടുപേർക്കും യോജിച്ചു പോകാൻ പറ്റാതെ വരും. അവിടെ പ്രശ്നം തുടങ്ങും. എല്ലാരും പറയുന്ന ഒരു സാധനമാണ്, ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കരുത്. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഏത് റിലേഷൻഷിപ്പാണ് മുന്നോട്ട് പോകുന്നത്? എന്ത് റിലേഷൻഷിപ്പുകളായിക്കോട്ടെ, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഏത് റിലേഷൻഷിപ്പുകളാണ് മുന്നോട്ട് പോകുന്നത്? I just want to say one thing. If you really love that person, അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നിൽക്കേണ്ടി വരില്ല. ഇൻ കേസ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താലും, if you really love that person, you don't feel like it's an adjustment.